ഞാനിന്ന് ഖത്തറിൽ വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നുണ്ടായിട്ടോ. ഞാനിങ്ങനെ ചോദിച്ച് എന്താണ് ജോബ് എന്ന്. അപ്പം ഞാൻ ആ ജോബ് കേട്ടിട്ട് എന്താണെന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് തളർന്നുപോയി. കാരണം ഞാൻ അങ്ങനെ ജോബ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ ജോബൊന്നുമല്ല. ആളിവിടെ ഒരു അറബിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ ഓക്കെ നോർമലായിട്ട് നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പറയാം, രാവിലെ എണീക്കും, അറബിൻ്റെ കൂടെ പോവും, അവരുടെ ജോബ് അവർക്ക് അവിടെ ഇവിടെ എത്താണ്ടാവും, അവരുടെ കൂടെ ഡ്രൈവറായിട്ട് പോവും, അത് കഴിയും വരും. ഇയാൾക്ക് ഇയാളുടേതായ ഒരു പണി ചെയ്യാൻ പറ്റില്ല, കാരണം അറബിൻ്റെ കൂടെയാണല്ലോ. ആ പണിയാകൾ ചെയ്യുക, ഒരു രാത്രി വരെ ഉണ്ടാവും. അറബി എങ്ങടാണോ പോകുന്നത് അയാളുടെ കൂടെ പോകേണ്ടി വരും. അങ്ങനെ രാത്രി തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യണം, വീട്ടിലെ കാറും കാര്യങ്ങളൊക്കെ കഴുകി പോകേണ്ടി വരും. ആൾക്ക് അത്ര വലിയ സാലറി ഒന്നുമില്ല, ഒരു 1500-2000 റിയാൽ സാലറി. അപ്പം ഞാനിങ്ങനെ അത് കേട്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇയാളൊരു മനുഷ്യനല്ലേ, ഇയാൾക്കൊരു ഫാമിലി ഇല്ലേ, ആ ഫാമിലീനെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യാനോ ഒന്നിനും ടൈമില്ലല്ലോ. അത് ഇയാൾക്ക് ലൈഫ് പോലും ഇല്ല, ഇയാളൊരു മനുഷ്യനല്ല, ഇയാൾക്ക് ജീവിക്കാനുള്ള ലൈഫ് പോലും ഇല്ല. ഇയാൾ ജീവിക്കണ പറഞ്ഞാൽ അറബിൻ്റെ ഒരു അടിമ പോലെ ജീവിക്കുകയാണ്. അപ്പം ഞാൻ ഇതെന്ത് പറയാൻ കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇങ്ങനെ തന്നെയാണ് മിക്ക നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ജോബ് എടുത്തും ജീവിക്കണത്. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്, നാളെ പഠിച്ചു വരുന്ന ഓരോ വിദ്യാർത്ഥികളായ കുട്ടികളോട് ഞാൻ പറയണത്, നിങ്ങൾ പഠിച്ചോളി. നിങ്ങൾ പഠിച്ച ബാക്കിയുള്ളവൻ്റെ കാല് കഴുകിയ വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ നല്ല ജോബ് ചെയ്തിട്ട് നമുക്ക് നല്ല ലൈഫും മുന്നോട്ട് കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് ഇല്ലാണ്ടാക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ.